പ്രതിയാൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന്റെ കീഴിൽ നടക്കുന്ന ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബീന സിസ്റ്റർ, ആമേൻ, ഒത്തിരി നാളുകൾ കൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ആമേൻ, ഒത്തിരി മീറ്റിങ്ങുകൾക്ക് വേണ്ടി ആമേൻ എന്നെ ക്ഷണിച്ചു. പക്ഷേ എനിക്ക് സമയത്തിന്റെ പരിമിതി മൂലവും ചില പ്രയാസങ്ങൾ മുഖാന്തരവും ഇതിനകത്ത് കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് ദൈവത്തിന്റെ സമയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വൈകിയ വേളയിൽ മീറ്റിംഗ് ആമേൻ ജോയിൻ ചെയ്യുവാൻ അടിയാൾക്ക് ഒരു അവസരം ദൈവം നൽകി. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സഹോദരി ബീന സഹോദരിക്കും, അതുപോലെ ആമേൻ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ലിസ് സഹോദരിക്കും, അതുപോലെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആമേൻ ഒത്തിരി കർത്തദാസിമാർ, ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ഞാൻ സിസ്റ്ററോട് പ്രത്യേക ഒരു കാര്യം അപേക്ഷിച്ചിട്ടുണ്ട്. എന്റെ വീഡിയോ ഞാനിപ്പോൾ പല മീറ്റിങ്ങുകളിലും ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ആമേൻ, സ്തോത്രം, നെറ്റിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ആദ്യമായി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ബിജിനി എന്നാണ്. ഞങ്ങൾ സൗദി അറേബ്യയിൽ ഷറൂറ എന്ന പട്ടണത്തിൽ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ദൈവം ഞങ്ങളെ ഈ ദേശത്തേക്ക് കാഴ്ചപ്പാടിൻ പ്രകാരം കൊണ്ടുവന്നു. ഈ ദേശത്ത് ഈ നിമിഷം വരെയും ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. നാട്ടിൽ 2 സഭയുണ്ട്. ആമേൻ, ദൈവദാസന്മാർ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം വചനത്തിന്റെ വാതിലുകൾ ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു തരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവപാദപടി ആയിരിക്കാം. കഴിയുന്നവർ ആമേൻ നിങ്ങളുടെ വീഡിയോസ് ഓൺ ചെയ്ത് വച്ചാൽ എനിക്ക് ആമേൻ നിങ്ങളോട് വചനം സംസാരിപ്പാൻ തക്കവണ്ണം വളരെ സന്തോഷമായിരിക്കും. ദൈവം എല്ലാവരെയും ധാരാളം ആമേൻ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ആമേൻ, പ്രാർത്ഥനയോടെ ദൈവപാദപടി ആയിരിക്കണമേ എന്ന് ആമേൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മളെ നന്നായി അറിയുന്ന ദൈവപാദപടിയാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മളെ ഹൃദയത്തെ അറിയുന്ന, നമ്മളെ ചിന്തകളെ അറിയുന്ന, ആമേൻ, നമ്മളെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവപാദപടി. ആമേൻ, മനുഷ്യർ പുറമേയുള്ളത് കാണുമ്പോൾ, ആമേൻ, മനുഷ്യർ പുറമേയുള്ള ആമേൻ പലതും കണ്ട് വിലയിരുത്തുമ്പോൾ, ആമേൻ, സ്തോത്രം, നമ്മളെ യഥാർത്ഥമായി അറിയുന്ന, നമ്മളെ ആമേൻ ഉള്ളതുപോലെ അറിയുന്ന, ആമേൻ, സ്തോത്രം, ഒരു ദൈവപാദപടിയാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ഇന്ന് പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, അത് വച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്നല്ല. ആമേൻ, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, എന്നോടാണ് ഇടപെടുന്നത് എന്ന് വ്യക്തമായിട്ട് ആരോടെങ്കിലും ദൈവാത്മാവ് ആമേൻ സംസാരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ വചനം നമ്മൾ റിസീവ് ചെയ്യുമെന്നുണ്ടെങ്കിൽ വചനത്തിനൊരു ശക്തി കൊണ്ട് അത് വെറുതെ മടങ്ങത്തില്ല. ഇന്ന് പകൽക്കാലം ആമേ അല്പസമയം നമ്മൾ ദൈവപാദപടി ആയിരിക്കുകയാണ്. ആമേ, പ്രാർത്ഥനയോടെ കർത്താവേ എന്നോട് സംസാരിക്കണം. ആമേ, വചനത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം എന്നോട് കേൾപ്പിക്കണം. ആമേ, പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ആമേ മാനുഷികമായ ശബ്ദമല്ല എന്റെ കർത്താവ്, ദൈവത്തിന്റെ ശബ്ദം. ആമേ, ദൈവിക ഇടപെട്, എന്നെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം എന്നെ ഇടപെടുന്നത് ആമേ വ്യക്തമായി തിരിച്ചറിയുവാൻ ദൈവമേ കൃപ ചെയ്യണമെന്ന് ആര് പ്രാർത്ഥനയോടെ ആയിരിക്കുമോ അവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം ഇടപെടും. ആമേ, വചനത്തിലൂടെ ആമേ ദൈവാലോചനകളോടെ നിങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേ, പ്രാർത്ഥനയോടെ ദൈവപാദപടി ആയിരിക്കണമേ എന്ന് ദൈവമക്കളെ ആമേൻ ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. ആമേ, പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗിലേക്ക് ആമേ പ്രിയ സഹോദരി എന്നെ ക്ഷണിച്ച വേളയെ ആമേ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്ന ആമേൻ ഒരു വചനവും അതിനോടുള്ള ബന്ധത്തിലെ ദൈവിക ആലോചനകൾ ആമേ പങ്കുവച്ച് വേഗത്തിൽ ഇരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആമേൻ, അതിനാധാരമായി ആമേൻ ഒരു വാക്യം വായിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു സഹായിക്കാം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആമേൻ. മതി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് അല്പസമയം ആമേൻ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവേ, ആമേൻ, ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണം കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ജുഡബാരകൾ ഖബനഘടക പ്രൗഢമനഘടകസ്യ അർത്ഥൽഖബനാധീമനഘടക വജാരകൾ ഖബനഘടക പ്രൗഢ. ആമേൻ. വചനത്തിൽ ഇപ്രകാരം പറയുക, യാക്കോബിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുക, ആമേൻ, പ്രവൃത്തി കൂടാതെയുള്ള, ഹല്ലേലൂയ, ആമേൻ, യേശുവിന്റെ നാമത്തെ, ഹല്ലേലൂയ, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സ്
മനസ്സുണ്ടോ? ഇന്ന് രാത്രികാല കർത്താവേ, പലപ്പോഴും വിശ്വാസമുണ്ട്, പക്ഷേ ഹല്ലേലൂയ ആമേൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയാതെ വിശ്വാസമുണ്ട് എന്നാൽ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുവാൻ കഴിയാതെ അതിന്റെ പ്രവർത്തി പദത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന ചിന്തകൾ, പ്രവർത്തികൾ ഇന്ന് രാത്രികാലം അത് അഴിയപ്പെടുന്ന രാത്രികാലമായി മാറണം. വചനത്തിനൊരു ശക്തിയുണ്ട്, അത് വെറുതെ മടങ്ങത്തില്ല. ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുന്ന ചില വിശ്വാസത്തിന്റെ മറുപടികളെ തടഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന ചില പ്രയാസങ്ങൾ ഇന്ന് രാത്രികാലം അത് അഴിയപ്പെടുക, ചില ഭാരങ്ങൾ അത് അഴിയപ്പെടുക, ചില വേദനകൾ അത് അഴിയപ്പെടുക, ചില ചിന്തകൾ, ചിന്താ മണ്ഡലങ്ങൾ, ചില വാക്കുകൾ അത് ഇന്ന് രാത്രികാലം അഴിയപ്പെടുക. ചില പ്രാർത്ഥനയുടെ മറുപടികളെ തടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്ന ചില വാക്കുകൾ, അവിശ്വാസത്തിന്റെ ചില വാക്കുകൾ, പ്രവൃത്തി ഇല്ലായ്മകൾ ഇന്ന് രാത്രികാലം അത് അഴിയപ്പെടുവാൻ തൊക്കെ വേണോ. എന്റെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. ഇന്നത്തെ രാത്രിയിലെ പ്രാർത്ഥന വെറുതെ ആകരുത്. ഇന്ന് രാത്രികാലത്ത് കേൾക്കപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങരുത്. യേശുവിന്റെ നാമത്തിൽ അത് എവിടെ പ്രവർത്തിയാക്കണമോ, അത് എവിടെ പ്രവർത്തിക്കണമോ അത് പ്രവർത്തിക്കുവാൻ തൊക്കെ വേണോ. ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നല്ല നിലത്ത് വീണ വിത്ത് അത് 30, 60, 100 പേര് വിളഞ്ഞതുപോലെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഒരുക്കത്തോടെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ആയിരിക്കുന്ന ചില ഹൃദയങ്ങളുടെ അകത്തളങ്ങളുമേ ഈ വചനം പതിയപ്പെടട്ടെ കർത്താവേ. അത് ചില വിളവ് നൽകപ്പെടുന്നത് പോലെ മറുപടിയായത് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, പ്രാർത്ഥിച്ച് മുദ്ര വയ്ക്കുകയാണ്. ഈ വചന ശുശ്രൂഷയുടെ ആദ്യോടം ദൈവ സാധ്യം പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. ഇപ്രകാരമാണ് വായിച്ചത്. ആമേൻ, സ്തോത്രം. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാ ഇല്ല കേട്ടോ. പലപ്പോഴും വചനം കേൾക്കുമ്പോ അത് അതേപടി നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാ വിശ്വാസത്തിന്റെ ഒരു വാക്ക് പോലും നമുക്ക് പുറപ്പെടുവിക്കാനോ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുവാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ച വചനത്തിന്റെ പ്രവൃത്തി കുടുംബതലങ്ങൾക്കകത്തോ ഭവന തലങ്ങൾക്കകത്തോ വെളിപ്പെട്ടു പോകാതെ വരുന്നു. ഇന്ന് രാത്രികാലം വിശ്വാസം ഉണ്ടെങ്കിൽ വചനത്തിലുടനീളം അതിന്റെ പിന്നിൽ ചില പ്രവൃത്തികളും മനുഷ്യർ ചെയ്തിട്ടുണ്ട്. ഭക്തന്മാർ ചെയ്തിട്ടുണ്ട്, ഭക്തകൾ ചെയ്തിട്ടുണ്ട്. അവർ വിശ്വസിച്ചുവെങ്കിൽ അവർ വെറുതെ ഇരുന്നിട്ടില്ല. അവർ വിശ്വസിച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പലരും മനസ്സിലാകത്തക്ക രീതിയിൽ യേശുവിനെ മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവത്തിനത് മനസ്സിലാകത്തക്ക രീതിയിൽ അനേകർക്ക് അത് വെളിച്ചമായി മനസ്സിലാകത്തക്ക രീതിയിൽ ചില പ്രവൃത്തികൾ ചെയ്തതായിട്ട് തിരുവചനം നമ്മളോട് വ്യക്തമായി പറയുക. ഹല്ലേലൂയ. റിബല വൈശ്യമനഘടക പ്രൗഢമനഘടകസ്യ അർത്ഥനെ ദീപാരകൽക്കമനഘടക പ്രൗഢ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല പ്രാർത്ഥനയോട് ഈ മീറ്റിംഗിന് മുൻപായി കടന്നു വരുന്ന പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോ ദൈവാത്മാവ് വ്യക്തമായി തന്നൊരു ആലോചനയാ. ചിലർക്ക് വിശ്വാസമുണ്ട് കേട്ടോ, പക്ഷേ അടുത്തൊരു തലത്തിലേക്ക് കയറുവാൻ കഴിയുന്നില്ല. വിശ്വാസിച്ചു, പക്ഷെ അതിന്റെ മറുപടി പ്രാപിച്ചെടുപ്പാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? സ്തോത്രം. വിശ്വാസം അത് കേൾവിയാൽ മാത്രം ഒഴുകി തീർന്നു പോകുക. അതൊരു എൻഡിങ്ങിലിട്ട് നിർത്തുക. ഹല്ലേലൂയ. കേട്ടു, വിശ്വസിച്ചു, അത്ര മാത്രമായിട്ട് തീരുകയാ. സ്തോത്രം. അതിനാധാരമായിട്ട് ഇതിനെ ഒന്ന് സ്തോത്രം ദൈവാത്മാവ് തന്ന വചനത്തിലൂടെ ഞാൻ തെളിയിച്ചു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന് 5-ാമത്തെ അധ്യായം അതിന് 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു സംഭവം കാണുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 19ഉം 20ഉം. പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടി നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ, മനുഷ്യപുത്ര, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കണമേ, അവിടെ ഇപ്രകാരം കാണുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് അവരുടെ
അവരുടെ വിശ്വാസം കണ്ടിട്ട്, എങ്ങനെ എന്റെ യേശു കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് ആമേ റിബല വൈശ്യമനഘടക പ്രൗഢ അർത്ഥനെ ദീപ രകൽക്കമനഘടകസ്യ യേശുവിന്റെ അടുക്കലേക്ക് ആമേ തങ്ങൾ ചുമന്നുകൊണ്ട് ആമേ വന്ന ആ മനുഷ്യന് ആ പ്രാർത്ഥന വിഷയത്തെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ആമേ കഴിയാത്തൊരു സാഹചര്യം ആമേ നിലവിൽ നിൽക്കേ ആമേൻ അവർ പിറകിലോട്ട് കാലെടുത്തു വച്ചില്ല. അതിന്റെ നടുവിൽ കൂടി ഏത് വിധേനയോ ഈ വിഷയത്തെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു. അത് പ്രവൃത്തിയാൽ വെളിപ്പെട്ടു വന്നു. അവിടെ ഒരു പാത അവർ ഒരുക്കുക. ആമേ പുരപ്പരം പൊളിച്ച് അതിന്റെ നടുവിൽ കൂടി ആ ജനത്തിന്റെ നടുവിലേക്ക് ആമേ പക്ഷപാതക്കാരനെന്ന് എന്റെ പ്രാർത്ഥന വിഷയത്തെ ചുമന്നു കൊണ്ടുവന്നവർ ഇറക്കി വെച്ചു. അതെന്റെ യേശു കർത്താവ് കണ്ടു. ഇന്ന് രാത്രികാലം ചുടവരഘടക അർത്ഥനെ ദീപ രകവനഘടകസ്യ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകുവാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നിലനിൽക്ക്. ഇന്ന് രാത്രികാലം പിന്നെ കർത്താവ് പറയുക, സാഹചര്യങ്ങൾ നെഗറ്റീവായി നിൽക്ക്, സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്ക്. അതിന്റെ നടുവ് ആമേൻ ഏത് വിധേയനെയോ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ കൊണ്ടുവരുക. നിങ്ങൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ, നിങ്ങൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ, അതിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതിനെ എന്റെ കർത്താവ് ഹല്ലേലൂയ വിശ്വാസമായി പരിഗണിക്കാൻ പോകുക. ഇന്ന് രാത്രികാലം ചുടപരഘടക അത്തനെ ദീപാരകമനഘടക പ്രൗഢ അന്തൽക്കമനഘടകസ്യ ആമേൻ ആമേ പ്രതികൂലമായി നിൽക്കുന്ന അനുഭവങ്ങളെ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ ഇത് ഞാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത് ഞാൻ ദൈവസന്നിധി വെച്ചാൽ കൂടിയോ ഇതിനൊരു മറുപടി ആമേൻ നേടിയെടുക്ക ആമേൻ എനിക്ക് കഴിയത്തില്ലെന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന പറയുക. ആമേൻ സ്തോത്രം. അതിന് പരിഹാരമുണ്ടോ ഇല്ലോ എന്ന് നിശ്ചയിക്കേണ്ടത് നീയല്ല, അത് കർത്താവ്. ഇന്ന് രാത്രികാലം അതുകൊണ്ട് ആമേൻ സ്തോത്രം വിശ്വാസത്തോടെ ആമേൻ ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിഷയത്തെ ചുമന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒന്ന് പോ. ആമേ ദൂരെ ഇരിക്കാതെ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിട്ട് അടുത്തു പോ. എന്റെ കർത്താവ് അതിന് പരിഹാരം തരുക. ആമേൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ആലോചന പറയുക. ശബനഘടക പ്രൗഢ ആർത്ഥനെ ദീപ രകൽക്കവനഘടകസ്യ അന്തരഘടക ജനാധികരഘടകസ്യ. ചിലർ പറയുക ഇത് ഞാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആമേ സാഹചര്യം പ്രതികൂലമാ, ഞാൻ ഇതിന്റെ നടുവിലൊക്കെ പോകത്തില്ലെന്ന് പറയാ. ആമേ ജനക്കൂട്ടം എത്ര ആമേ തിങ്ങി ഇരുന്നാലോ സാഹചര്യം പ്രതികൂലമായിരുന്നാലോ നിന്റെ വിശ്വാസത്തെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഉടബലബലബലബ ശാന്തരെ വൈഡാ രഗഖബനഘടക പ്രൗഢ അർത്ഥനെ ജൂഡ മനാദികൾ ഖബന അതര പ്രൗഢമനഘടകസ്യ. ആമേ ചിലപ്പോ ഈ പ്രവൃത്തി കാണുമ്പോൾ ഉണ്ടല്ലോ പലർക്കും പോഷകമായിട്ട് തോന്നും. ആമേ ഹല്ലേലൂയ സാഹചര്യ പ്രതികൂലങ്ങൾ നടുവേ ഉപവസിക്കാൻ നീ എടുക്കുന്ന തീരുമാനോ, ആമേ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന തീരുമാനോ, ദൈവത്തോട് അടുക്കുവാൻ എടുക്കുന്ന തീരുമാനോ മറ്റുള്ളവർക്ക് ഒരു പോഷകമായിട്ട് തോന്നും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുക ആമേ സാഹചര്യത്തിലെ പ്രതികൂലത്തിന്റെ നടുവേ ഡിസിഷൻ കാലെടുത്ത് വയ്ക്കുന്ന ആ കാലെടുത്ത് വയ്പുണ്ടല്ലോ എന്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് കാരണമാകുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ശബനഘടക വചന വെളിപ്പാട് ദൈവാത്മാവ് വ്യക്തമായ ആലോചന പറയുക. ഇന്ന് രാത്രികാലം എനിക്കറിയത്തില്ല ആമേ ശബനാധികൽക്കവനഘടകസ്യ ആമേൻ യേശുവിന്റെ നാമത്തിൽ ആമേ ഹല്ലേലൂയ ബിജോയ് ആമേൻ ജമ്മു എന്ന് പറയുന്ന ആ ഡിവൈസിനകത്തിരിക്കുന്ന ആമേ പ്രിയ കത്തുദാസരെ ആമേ ദൈവാത്മാവ് ദൈവദാസരോട് ആലോചന വിളിച്ചു പറയുക. ശബനാധികന വൈഡമനഘടകസ്യ ആമേ സാഹചര്യമുണ്ടല്ലോ എത്ര പ്രതികൂലമായിട്ട് നിന്നാല് അടബൽ കവന ദീപ രകൽക്കവനഘടകസ്യ വായ്ത്തത്വം കേട്ടത് ആമേൻ അത് പ്രവൃത്തിപഥത്തിൽ വരേണ്ടതായ ഒരു സാഹചര്യങ്ങളും അനുകൂലമല്ലെങ്കിലോ ദൈവാത്മാവ് പറയാ അത് കൽപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേ നാവ് കൽപ്പിക്കുന്നത് അത് പ്രവർത്തി ആമേ ഹല്ലേലൂയ അതേ പടി അത് സംഭവിക്കുന്നത് പോലെ ആമേ ചുടബലഘടകസ്യ അപേക്ഷയായിട്ടല്ല ആമേ കൽപ്പിച്ചു തുടങ്ങുക. അധികാരത്തോട് വാഗ്ദത്തങ്ങൾ നോക്കി പ്രവചിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ആലോചന പറയുക. എന്ത് പറയുന്നുവോ ആമേൻ എന്ത് കാണുന്നുവോ അത് പ്രവൃത്തി പദത്തിൽ വരത്തക്കരുത്. ദൈവാത്മാവ് പ്രവൃത്തി
പ്രവർത്തിച്ചു തുടങ്ങുന്ന വർഷം എത്രയെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. ശബനഘടക പ്രൗഢ അർത്ഥനെ ദീപാരകൽക്കവനഘടകസ്യ അന്തരഘടക ജനാധികരഘടകസ്യ അടകരക ശന്തരെ വൈഡമനഘടകസ്യ. ഹല്ലേലൂയ. ദുർഘടമായിരിക്കുന്ന ചില വഴികള് ദൈവാത്മാവ് അതിനെ നിരപ്പാക്കി തരാൻ പോകുക. ഉടവാരകന വൈശ്യമനഘടകസ്യ അന്തർഘവനഘടക പ്രൗഢമനഘടകസ്യ. കാലെടുത്ത് വയ്ക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ആമെ ക്ലോസ് ചെയ്തു ചില വഴികള് ദൈവാത്മാവിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ പോകുന്നുവെന്ന്, ദൈവദാസനങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അടവാരകന വൈഡമനഘടകസ്യ. പലതും മുട്ടിയിട്ട് എന്താ തുറക്കാത്തെന്ന് അറിയാമോ? ശ്രേഷ്ഠകരമായ ഒരു വാതില് ദൈവാത്മാവ് കരുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാലെടുത്ത് വയ്ക്കൂ. ആമെ അതിൽ നിന്ന് പാന ചെയ്യുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി ആമെ കരം പിടിച്ചിട്ടുണ്ടെന്ന്, കോരസിനെ കരം പിടിച്ചതുപോലെ ദൈവാത്മാവ് കരം പിടിച്ചിട്ടുണ്ടെന്ന് ആത്മാവാലോചന പറയും. യേശുവിന്റെ നാമത്തെ ഉടവാരകന വൈശ്യമനഘടക പ്രൗഢ അർത്ഥനഘടക ജനാധികരഘടക പ്രൗഢി അന്തരേ ദീപാരകൽക്കവനഘടകസ്യ. കോരസിനോട് കർത്താവ് പറയാ, ഇവൻ എന്റെ ഇഷ്ടം ചെയ്യോ, ഇവൻ എന്റെ ഹിതം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവന്റെ കരം പിടിച്ചിരിക്കുക. വാതിലുകൾ അവന്റെ മുൻപിൽ അടയത്തില്ല. ആമെ കഥകൾ തുറക്കാൻ പോകുക. ജൂഡാമനാധികൽക്കവന ദൈവദാസനെ കുടുംബമായി ഒരുമിച്ച് ആമെ ഒരുമിച്ച് ആമെ റിബലകളുടെ വിശ്വാസത്തോടെ ആമെ പ്രാർത്ഥിച്ചു തുടങ്ങ്, കൽപ്പിച്ചു തുടങ്ങ്. റിഗന വൈഡ ജഗൽഖവന മുൻപിൽ നിൽക്കുന്ന ചില പ്രതികൂലങ്ങള് ദൈവാത്മാവ് എടുത്തു മാറ്റി ആമെ ശുശ്രൂഷയുടെ പുത്തൻ കാൽവയ്പ്പുകള് ദൈവാത്മാവ് ഒരുക്കുന്നുവെന്ന്, പുതിയ ചില അനുഭവങ്ങളിലേക്ക് ആമെ ദൈവാത്മാവ് കാലെടുത്ത് വയ്ക്കുക. ചില ഓപ്പണിങ്ങുകള് ആമെ ദൈവാത്മാവ് മുൻപിൽ ഒരുക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ആമെ വ്യക്തമായ ആലോചന പറയും. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. നോക്കണമേ. ആമേൻ ആമേൻ. വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇപ്രകാരം അവിടെ കാണുന്നത് പക്ഷപാതം പിടിച്ച മനുഷ്യന് ആമേൻ 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 അവർ ചുമന്നുകൊണ്ട് യേശുവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യാൻ തയ്യാറായി. പ്രസന്റ് ചെയ്യാൻ തയ്യാറായി. ഹല്ലേലൂയ. അതിന് പ്രയാസമായി നിന്ന് ഒന്നും അവർ വകവച്ചില്ല കേട്ടോ. ആമേൻ. അവർ പ്രസന്റ് ചെയ്തു, അതിനെ ഇറക്കി വെച്ചു. എന്റെ കർത്താവിന്റെ കണ്ണ് ആ മനുഷ്യനെ കണ്ടു. ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ ആമേൻ, എത്ര പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിന് വിരോധമായി നിന്നാൽ ആമേൻ സ്തോത്രം, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയെ വിശ്വാസത്തെ തടഞ്ഞുകൊണ്ട് നിൽക്കുവാൻ ഒരു ശക്തികൾക്കോ ഒരു അന്ധകാര മണ്ഡലങ്ങൾക്കോ കഴിയത്തില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ മുൻപ് ഒരു വാതിലുകൾ അടയത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി കൊണ്ട് കേട്ടോ. സ്വർഗം തുറക്കുവാൻ കഴിയോ? പ്രാർത്ഥനയാ ചില വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി എടുക്കുവാൻ കഴിയോ? വിശ്വാസത്തോടെ 2026 പ്രാർത്ഥനകൾ മങ്ങിക്കിടക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയാ, പ്രാർത്ഥിച്ച് തുടങ്ങ്. എന്റെ കർത്താവിന് നിങ്ങളിലൂടെ ചില വൻ കാര്യങ്ങൾ ചെയ്യുക പദ്ധതിയുണ്ട്. എന്റെ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറയുന്ന ദേശത്ത് സമൂഹത്തിന്റെ നടുവേ ദൈവാത്മാവ് വ്യക്തമായി നിന്നെ തെരഞ്ഞെടുത്തിട്ടില്ല. നിന്നെ കണ്ടിട്ടില്ല ദൈവം. നീ പിറകിലോട്ട് ഇരിക്ക്, നീ മാറിയിരിക്കെന്ന് പറഞ്ഞ് മാറ്റി ഇരുത്തുന്നു. മാറ്റി നിർത്തുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ട് മുന്നിലോട്ട് കൊണ്ടുവന്ന് മാനിക്കുവാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് ദൈവാത്മാവ് ആലോചന പറയാ. ശബനഘടക പ്രൗഢ അന്തരാധൂഢമനാദികൽക്കവന അതരെ മടുത്തിരിക്കുക, മനം മടുത്ത് കർത്താവ് ഞാൻ എന്ത് ചെയ്താല് ഓരമനാദികൽക്കവനഘടക പ്രൗഢ ഞാൻ എന്തൊക്കെ ചെയ്താല് ഒരു സ്റ്റെപ്പ് എടുത്ത് ഞാൻ മുൻപിൽ വെക്കുമ്പോ എന്റെ പിറകിലോട്ടെടുത്ത് വലിച്ചെറിയ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നീ എന്നെ തെരഞ്ഞെടുത്ത് വച്ചിരിക്കുക. എനിക്ക് ഉറപ്പുണ്ട് എന്റെ കുടുംബത്തിൽ എന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്നെ കൊണ്ടൊരു പദ്ധതി ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ മാർമേ എന്റെ കർത്താവിന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കിക്കോ. അഹരോന്റെ വടി തളുത്തതുപോലെ
ഓ ശബന ബല 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 ദീപാരകന ഘടക പ്രൗഢ അന്തര ചൂട മനാദികൾക്കമന ആമേരേശ്വരന്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ ദൈവമക്കള്. ശക്തമായി ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ചൂട മനാദികൾക്കമന ഘടക പ്രൗഢ അതമ്മേ ഫലം കായ്ച്ചു കൊണ്ടിരുന്ന ചിലത് വാക്കിനാൽ ഒതുക്കപ്പെട്ടു പോയ അനുഭവങ്ങള് ആമേനി വചനത്തിനകത്തുള്ളതല്ല കേട്ടോ. എങ്കിലും ദൈവാത്മാവ് പറയുന്നത് കണ്ട് കയറി പറയുക. കർത്താവിന് വേണ്ടി ശക്തമായി ആമേ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ചിലരെ വാക്കിൽ ഒതുക്കി റിഗന വൈഡാതകൽക്കമനഘടകസ്യ ഇനി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് ആമേ ഒതുക്കി വച്ച ചിലതിന് ദൈവാത്മാവ് പുറത്തെടുക്കാൻ പോകുക. റിഗന വൈഡമനക 2026 എന്റെ കർത്താവ് പുറത്തെടുക്കാൻ പോകുക. ശന്ത ജഗന വൈഡിമിനാദികൽക്കമനഘടകസ്യ അഹരോനോട് ആമേ മോശയ്ക്ക് വിരോധമാ ദൈവജന പെറുപെറുത്തു കേട്ടോ. എന്റെ കർത്താവ് പറഞ്ഞു ന്യായം ഞാൻ ചെയ്യാൻ പോകുക. ന്യായത്തോടെ ഞാൻ ഉത്തരമരളാൻ പോകുക. ആമെ വായ അടപ്പിച്ചുകൊണ്ട് ഞാൻ ന്യായത്തോടെ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുക. ശകന വൈഡാതികൽക്കമനഘടകസ്യ ആമെ ഹല്ലേലൂയ. അവരോട് പറഞ്ഞു അല്പസമയത്തേക്ക് നിന്നിന്റെ വടി കൊണ്ടുവന്നു മറഞ്ഞിരിക്കേണ്ട സ്ഥാനത്ത് നീ മറച്ചു വെക്ക്. ആമെ എന്ന് ഈ മറച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആമെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സാക്ഷ്യപ്പെട്ടത് മുമ്പിൽ വയ്ക്ക്. ആമെ അല്പസമയം കഴിഞ്ഞ് നിന്നിന്റെ വടിയും എടുത്ത് പുറത്തിറങ്ങ്. ആമേ അന്ന് നീ അത് ആമേ നിന്നെ തെരഞ്ഞെടുത്തു എന്നത് ഞാൻ വെളിപ്പെടുത്തുന്ന നാളാ. ശന്തര അതര പ്രൗഢമനഘടകസ്യ അതര ജഗന വൈഡി രകാരകസ്യ. ചിലർ വടിയെടുത്തോണ്ട് കർത്താവ് പറഞ്ഞത് കൊണ്ട് ഒളിച്ചിരിക്കുക, മറഞ്ഞിരിക്കുക. കർത്താവ് പറയാ വെളിച്ചത്ത് ദൈവം കൊണ്ടുവരും കേട്ടോ. വെളിച്ചത്ത് ഇറങ്ങുമ്പോ ആമെ 10 പേര് മനസ്സിലാക്ക്. ആമെ ഹല്ലേലൂയ. അത് വേദാബലം വായിച്ചു പോത്തിരിക്കുന്നത് കണ്ടപ്പോ മനസ്സിലായി കേട്ടോ. ഇത് ദൈവ ഒറ്റ രാത്രി കൊണ്ട് അവിടെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടപ്പോ ആമെ മനസ്സിലാക്കി ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. ആമെ ദൈവമക്കള് ഇന്ന് രാത്രി മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വരാ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വർഷങ്ങളുടെ സമയം എടുത്തൊന്നും വരത്തില്ല. മാസങ്ങളോ ആണ്ടുകളോ എടുത്തൊന്നും വരത്തില്ല. എന്റെ ദൈവം വിചാരിച്ച ഒറ്റ രാത്രി മതിയെന്ന്, ഒറ്റ നിമിഷം മതി. ആമേൻ ആമേൻ ആമേ. എന്റെ കർത്താവിന് പ്രവർത്തിക്കുക. അതുകൊണ്ട് വിശ്വാസത്തോടെ ആമേ കാത്തിരിക്കുക. ആമേ ബെനഡിക്റ്റ് മാത്യു എന്ന് പറയുന്ന ആമേ ബെനഡിക്റ്റ് മാത്യു പ്രൗഢമിനാൽ അന്തര ചൂട മനാജകൽക്കമന അതര പ്രൗഢമിനാദകൽക്കമന ആർത്തന ചൂട മനാദകൽക്കമന. വർഷങ്ങളും കാലങ്ങളും മാസങ്ങളും ഒന്നും എടുക്കത്തില്ല കേട്ടോ. പ്രൗഢമനഘടകസ്യ ആമേ ദൈവം നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് ആമേ കർത്താവിന് നിന്നെ വേണ്ടെന്ന് ഒക്കെ പറയുന്ന സമൂഹത്തിന്റെ മധ്യാകെ എന്റെ ദൈവം ആമെ കണ്ടതെന്ന് ആമെ തിരിച്ചറിഞ്ഞതെന്ന് ആമെ വെളിപ്പെടുത്തുമാറ് എന്റെ കർത്താവിനൊരു പ്രവൃത്തി ആമെ ഭവനത്തിനകത്ത് ചെയ്യുവാനുണ്ടെന്ന് ദൈവാത്മാവിന്റെ രാത്രികാലം ആലോചന പറയുക. ശബന ദിഗന വൈഡി രകാരകസ്യ അന്തരഘടക ജനാധികരഘടക പ്രൗഢമിനഘടകസ്യ അതര പ്രൗഢമനഘടക ശബനാധികന ആമെ ഹല്ലേലൂയ. ആമെ ഹാമാനുണ്ടല്ലോ. ആമേ രാജകൊട്ടാരത്തിന്റെ വെളിയിൽ ആമേൻ സ്തോത്ര ആമെ മോർദെഖായിയെ നശിപ്പിക്കാ ആമേ സ്തോത്ര അനുവാദം ചോദിച്ച് കാത്തു നിൽക്കുന്നു. ആമെ മറുവശത്ത് രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയ ഒരു ദൈവമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ശത്രു ഒതുക്കിയ വിധിയെ, ശത്രു ഒരുക്കിയ പദ്ധതിയെ ആമെ മറിച്ച് കളയത്തക്കരുത്. ദൈവത്തിന്റെ ഇടപെടൽ ആ രാത്രി വെളിപ്പെട്ടു വന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം എന്റെ കർത്താവ് പറയാ ചില വിധിയെഴുത്തുകളെ തകിടം മറിക്കുന്ന ഒരു അനുഭവത്തെ നിന്റെ കുടുംബത്തിന്റെ അകത്തളകൾ കൊണ്ടുവരുക. ദൈവാത്മാവ് പദ്ധതി ഇടുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. മരണത്തിനു വേണ്ടി കാത്തു കിടക്കുന്നത് പോലെ, മരണത്തിനു വേണ്ടി മാറ്റിയിട്ടതുപോലെ വിധി എഴുതി കാത്തിരിക്കുന്ന ആമെ സമൂഹത്തിലെ മധ്യാക എന്റെ ദൈവം ഇടപെട്ട് മാറ്റി മറിക്കുന്ന ഒരു വിധിയെഴുത്ത്, ന്യായത്തോടുള്ള ഒരു വിധി ആമേ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തും കേട്ടോ.
എന്റെ അപ്പ എനിക്ക് ന്യായമില്ലയോ എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പറയാ, എന്റെ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയോ, എന്റെ കർത്താവ് നീതിയോടെ ഉത്തരമെല്ലാം പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, വിശ്വാസത്തിന് ഭംഗം വരത്തില്ല. തള്ളിക്കളയുന്ന ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ എന്ന് സിരിക്കുന്ന സമൂഹത്ത് മരണം മരണം എന്ന് പറഞ്ഞ് നശിച്ചു എന്ന് പറഞ്ഞ് ദിവസങ്ങളും കാലങ്ങളും ആണ്ടുകളും കുറിച്ചിട്ടിരിക്കുന്നവരുടെ നടുവേ ആ രേഖ എന്റെ ദൈവം മാറ്റി എഴുതുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ഉറപ്പ ആലോചന പറയുക. യേശുവിന്റെ നാമത്തിൽ വചനത്തിലോട്ട് നമുക്ക് കടന്നു വരാമോ? പ്രാർത്ഥനയോട് നമുക്ക് ദൈവപാതപടി ആയിരിക്കാം. ശമനഘടക പ്രൗഢിമിന ഘടക അർത്ഥലേ ദീപാരകൽക്കവന ഘടകസ്യ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 18-ാമത്തെ അധ്യായം, അതിന് 22ഉം 23ഉം ഒരാൾക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം, അതിലെ 22ഉം 23ഉം. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞു സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? മതി മതി. ഹല്ലേലൂയ. ഇവിടെ പ്രകാരമാണ് വായിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ്. ഉൽപ്പത്തി പുസ്തകം ഞാൻ പറഞ്ഞത്, വിശ്വാസം പ്രവൃത്തിയാൽ കാണിക്കണം. ഹല്ലേലൂയ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് നിർജീവമത്വം പ്രാപിച്ചത്, അത് ജീവനില്ലാത്തതാ. ഇവിടെ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം അതിന്റെ 22, 23 വാക്യത്തിൽ ഇപ്രകാരം കാണും. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധി തന്നെ നിന്നു. അബ്രഹാം എടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യം ആയതുകൊണ്ട് പെട്ടെന്നത് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ലോത്ത് താമസിക്കുന്ന പട്ടണമായ സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവിന് തീരുമാനമായി. ഹല്ലേലൂയ. ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സൊദോമിന്റെ ഗൊമോറയുടെ നിലവിളി വലുതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. അതുകൊണ്ട് സ്തോത്രം, ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നോക്കി അറിയാൻ പോകുക. സ്തോത്രം. ഇങ്ങനെ പോകുന്ന യാത്രയിൽ സ്തോത്രം അബ്രഹാമിന്റെ അടുക്കലേക്ക് കടന്നു വരിക. അബ്രഹാമിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? നോക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ലോത്തിനോട് ചെയ്യുവാനിരിക്കുന്നത്, ലോത്ത് താമസിക്കുന്ന പട്ടണമായ സോദോം ഗൊമോറയ്ക്ക് വിരോധമായി ചെയ്യുവാൻ പോകുന്നത് സ്തോത്രം, ഞാൻ മറച്ചു വയ്ക്കുമോ? ആരോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? എന്റെ കർത്താവ് അവന്റെ അടുക്കൽ കൂടെ കിടക്കുക. അവനോട് പറയും, അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, ഞാനിതാ സോദോം ഗൊമോറയെ സന്ദർശിക്കാൻ പോകുക. ഹല്ലേലൂയ. എന്റെ കർത്താവിനറിയാം ഇവൻ സംസാരിച്ചു തുടങ്ങും. ഹല്ലേലൂയ. അബ്രഹാമിന് ഒരു വിശ്വാസമുണ്ട്. എന്റെ കർത്താവ് ഞാൻ സംസാരിച്ച കേൾക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾക്ക് സ്വപ്നങ്ങളിലൂടെ ആകട്ടെ, പ്രവാചക ശബ്ദങ്ങളിലൂടെ ആകട്ടെ, അരുളപ്പാടുകളിലൂടെ ആകട്ടെ, ഒരു അനർത്ഥം നിങ്ങളെ വീട്ടിനകത്ത് വരാൻ പോകുന്നു, ഒരു വെല്ലുവിളി കടന്നു വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വാസമില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ കർത്താവ് നീ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞ എന്റെ കർത്താവ് ഓർക്കത്തുമില്ല, ഇതിനൊരു വിടുതൽ തരത്തുമില്ലെന്ന് പറഞ്ഞ് നമ്മളത് വരാൻ വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. അബ്രാമിനറിയാ ഞാൻ ഇതിന്റെ നടുവ് സംസാരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് എന്റെ കർത്താവ് ഇതെന്നെ അറിയിപ്പ് തന്നത്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന ആരോടൊക്കെ എന്റെ കർത്താവ് പറയുക, ചിലരുടെ വിശ്വാസം എന്തെന്നറിയാമോ? ചില അനർത്ഥത്തെ കുറിച്ച് അറിയിപ്പ് തരുമ്പോ അത് വരുമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാത്തിരിക്കുക. എന്ന കർത്താവ് അതല്ല ചിന്തിക്കുന്നത്.
അനർത്ഥം നിങ്ങളോട് അറിയിച്ചാൽ അതിന്റെ നടുവ് എന്റെ കർത്താവ് എന്നെ ഒന്ന് ഓർക്കണമെന്ന് പറഞ്ഞ് ആമേൻ അതിന്റെ നടുവ് ഇടിവിൽ നിൽക്കുന്ന ഒരുവന് എന്റെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് ആമേൻ അബ്രഹാമിന് വിശ്വാസമുണ്ട്. ഞാൻ ഇവിടെ ദൈവസന്നിധി മുട്ടുമടക്കിയ ആമേൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നോക്കണം, വിശ്വാസത്തിന്റെ പ്രവൃത്തിയ. ഒരിക്കലും വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ ദൈവത്തോട് സംസാരിപ്പാൻ തയ്യാറാവത്തില്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കാനും കർത്താവേ ആമേൻ ക്ഷമിക്കേണ്ട ഒരു അനുഭവം ആയിരുന്നാൽ കൂടി ക്ഷമിച്ചു തരണമേ എന്ന് പോലും പറയാൻ നമ്മൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. ഇത് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നും എന്റെ കുറ്റത്തെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് നിമിത്തമാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യാൻ തയ്യാറാക്കുന്നത്. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ വചനം പറയുന്നത്. എനിക്ക് 100% ഉറപ്പുണ്ട് ഇതിനകത്ത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടായിരുന്നാലും ഈ വചനം ഉറപ്പായിട്ടും ദൈവം സംസാരിക്കുന്നതാ. ഹല്ലേലൂയ. നോക്കണ യെശയ്യാ പ്രവചന പുസ്തകത്തിന് ഈ വചനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചന പുസ്തകം അതിന്റെ 38-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം അതിനകത്ത് കിടക്കുക. ഹിസ്കിയാവിന് മരിക്കത്തക്കവണ്ണം ഒരു രോഗം പിടിച്ചോ. ഹല്ലേലൂയ. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന് ഹല്ലേലൂയ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുക, നിന്റെ ഗൃഹകാര്യം നീ ക്രമത്തിലാക്ക്, നീ മരിച്ചു പോകും, സൗഖ്യമാകത്തില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവ് പറഞ്ഞിട്ട് വന്ന് പറയുന്നത്, നീ ഗൃഹകാര്യമൊക്കെ നേരെ ആക്കിക്കോ, നിനക്ക് സൗഖ്യം വരാൻ പോകുന്നില്ല, നീ മരിക്കുമെന്നാ പറഞ്ഞ. ചിലപ്പോ മരിക്കുമെന്നല്ല പറഞ്ഞത്, നീ മരിക്കാൻ പോകുക, നീ ഗൃഹകാര്യം നേരെ ആക്കിക്കോ എന്ന് പറഞ്ഞു. അവൻ മരണത്തിന് വേണ്ടി അല്ല അവിടെ ഒരുങ്ങിയത്. അപ്പോൾ തന്നെ ഹിസ്കിയാവ് മുഖം ചുമരിന് നേരെ തിരിച്ചു. ഇന്ന് രാത്രികാല ഹല്ലേലൂയ എന്റെ കർത്താവ് ഒരു വാക്ക് പറയുന്നു. നെടുമ്പാട് വീണ് കരയുന്നു, നിലവിളിക്കുന്ന. അയ്യോ കർത്താവ്, ഹിസ്കിയാവ് ഇപ്രകാരമാ പറഞ്ഞത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട് ഹൃദയത്തോട് തിരുമുൻപിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രികാലം ഓർക്കുമെന്നൊക്കെ ദൈവത്തെ ഓർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി ആര് ചെയ്യുവാൻ തയ്യാറാണ്? അവിടെ ദൈവത്തിന് ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്. സ്തോത്രം. എൻഡിങ്ങിൽ എത്തി നിൽക്കുന്ന സ്തോത്രം ന്യായവിധിക്കായി കാത്തുകിടക്കുന്നത് പോലെ മരണത്തിനായി കാത്തുകിടക്കുന്ന ചില അനുഭവങ്ങളെ മാറ്റിക്കുറിക്കുക. സ്തോത്രം. ഒരു പ്രാർത്ഥനയോട് മാറിയിരുന്ന, അതെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഇതിനൊരു നീക്കുപോക്ക് തരുമെന്ന് വിശ്വാസത്തോടെ കരഞ്ഞു തുടങ്ങുമെങ്കിൽ എന്റെ കർത്താവ് പറയോ, നീക്കുപോക്കില്ലെന്ന് പറഞ്ഞു മാറ്റിയിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം മറുപടി തന്ന് മാനിക്കുമെന്ന്. ഹല്ലേലൂയ. വലിയ സമയമൊന്നും പിടിച്ചില്ല. ഹല്ലേലൂയ. പഠിക്കലെത്തിയ അവനെ തിരിച്ചെന്റെ കർത്താവ് വിളിയ, നീ പോയി പറ, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുക. ഇന്ന് രാത്രികാല ഹല്ലേലൂയ എന്റെ കർത്താവ് ചില കണ്ണുനീർ കണ്ടുകൊണ്ടിരിക്കുക. പലരും പറഞ്ഞു ഇതിന് മാറ്റമില്ല, നീക്കമില്ല, ഇതിന് നീക്കം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ഒരു വശത്തിരുന്ന് കാത്ത് കരയുന്ന യേശുവിന്റെ നാമത്തിൽ ഓ റിബലബലബ ശിഖബരബലബ അന്തിരി ദീപാരബാരഗസ്യ അദീരഗാരഗസ്യ അത്തരെ ദീപനഗടക ബരാദിബല പ്രൗഢി അടമം ചകനം വൈഡിമിനഗട അതരെ ദിഗൽഖബാരഗസ്യ അതര പ്രൗഢിമിനഗടക അച്ഛനെ ദിഗാരഗടഗസ്യ യേശുവിന്റെ നാമത്തിൽ റീമന വൈഡിമിനഗടക അതരെ ജനാദിഗാരഗസ്യ അതര പ്രൗഢിമിനെ അധികാരഗസ്യ അത്തനെ ദീപാരഗ ഘടക പ്രൗഢി അതരെ ക്ഷപാരകസ്യ പ്രിയ ബീന രാജു. ഹല്ലേലൂയ. ബീന രാജു എന്ന് പറയുന്ന ഹല്ലേലൂയ അടിവേഴ്സിലിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ സഹോദരിയോട്
ദൈവാത്മാവ് ആലോചന പറയുക. നിബാലബസമന അന്തരേ ജീവാരകൽക്കബനകൽക്കബ്ര അടബ പ്രൗഢിമിനാദകൽക്കബനഘടകസ്യ അന്തൽ പ്രൗഢമനഘടകസ്യ ആമെ ഹല്ലേലൂയ. മാറ്റം വരത്തില്ലെന്നും ആമെ മാറാൻ പോകത്തില്ലെന്നും പറയുന്നു. ആമെ ഒത്തിരി വിഷയങ്ങൾ മുൻപിൽ ഉണ്ട് കേട്ടോ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക ആമെ ഹല്ലേലൂയ, കണ്ണ് നീരോടെ ആമെ വചനം പറയുക, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ആമെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ എങ്കിലോ ആമെ പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ദൈവമത്രേ. ആമെ ജുഡാരകാദകൽക്കബനഘടകസ്യ അത പ്രൗഢമനഘടകസ്യ. ഹല്ലേലൂയ. അല്പസമയത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലോ നിത്യതയോടെ ഞാൻ നിന്നെ ആമെ ചേർത്തുകൊള്ളുന്ന ദൈവമത്രേ എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ജുഡാരബാദകൽക്കബന അതര പ്രൗഢമനഘടകസ്യ അന്തജനാധികരഘടക പ്രൗഢിമിനഘടകസ്യ അതര പ്രൗഢമനഘടക ജനാധികരഘടകസ്യ. ചില ആമെ നീക്കുപോക്കില്ലെന്ന് പറയുന്ന ആമെ ചില വിഷയങ്ങളുടെ നടുവിൽ നീക്കുപോക്ക് തരുക. ആമെ അല്പസമയത്തൊക്കെ കൂടി കാത്തിരിക്കുക. ദൈവാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ. ആമെ റിബല വൈഡാദകൽക്കബനഘടകസ്യ. ആമെ പലപ്പോഴും പ്രാർത്ഥനകളെ പോലെ മടിപ്പിച്ച് കളയത്തക്ക രീതിയിൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ മുൻപിൽ കൊണ്ടുവന്ന് ആമെ വ്യക്തികളെ മുൻപിൽ കൊണ്ടു നിർത്തി സാഹചര്യങ്ങൾ അവിശ്വാസിക്കുമാറുള്ള സാഹചര്യങ്ങൾ മുൻപിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനയെ ഒതുക്കി കളയുവാൻ തക്കവണ്ണം പിശാച് പല ഘട്ടങ്ങളിൽ ബുദ്ധിയോടെ പെരുമാറുമ്പോ ഈ നാളുകൾ കർത്താവ് പറയുക ആമേൻ, ഇതിനൊരു അവധി വച്ചിട്ടുണ്ട്, ഇതിനൊരു അവധി വച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി ആമെ വ്യക്തമായി ദൈവാത്മാവ് ആലോചന പറയുക. എന്റെ കർത്താവ് ചില ഹൃദയങ്ങളോട് ഇടപെടാൻ പോകുക. എന്റെ ഭവനത്തിനകത്ത് ആമെ വെളിപ്പെട്ടു വരേണ്ട വായ്ത്തത്വങ്ങൾ വെളിപ്പെട്ടു വരേണ്ടതിനു വേണ്ടി ദൈവാത്മാവ് ചില ആമെ ഹൃദയങ്ങളോട് അധികാരസ്ഥരോട് ദൈവാത്മാവ് ഇടപെടാൻ പോകുക. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനകത്തൊരു വാതിൽ ദൈവാത്മാവ് തുറക്കാൻ പോകുക. യാത്രയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നത് പോലെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾക്കകത്തു നിന്ന് ആമെ യാത്രയുടെ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ഒരുക്കാൻ പോകുക. യാത്രയ്ക്കായി ഒരുങ്ങുന്നത് പോലെ ആമെ ഭവനത്തിന്റെ അകത്തളങ്ങളെ ഹല്ലേലൂയ ആമെ ചില ആമെ സ്തോത്ര ആമെ റിബ രഗ രഗസ്യ ആമെ പ്രാർത്ഥനകളുടെ മറുപടി വാഗ്ദത്തത്തിന്റെ മറുപടി എന്നവണ്ണം ദൈവാത്മാവ് ചില വാതിലുകള് മുൻപേ തുറക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയാം. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോ. ആമെ ഇടപെടാതെ പ്രാർത്ഥിച്ചോ. ആമെ ഹല്ലേലൂയ. രാപ്പകൽ നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനെങ്കിലും പ്രതിക്രിയ നടത്തുന്നത് പോലെ ആമെ പ്രതിക്രിയക്കായി ഒരു വഴി എന്ന പോലെ വാതിലെന്ന പോലെ ആമെ ഭവനത്തിന്റെ അകത്തളങ്ങള് ദൈവാത്മാവ് ഹല്ലേലൂയ ഒരു വാതിൽ തുറക്കാൻ പോകുക. ഞാൻ തുറന്നാൽ ആരതടയ്ക്കുമെന്ന് ആമെ വചനം പോലെ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തൊരു വാതിൽ ദൈവാത്മാവ് തുറന്നു വച്ചിരിക്കുക. ഹല്ലേലൂയ. ആമേ സ്തോത്ര. സന്തോഷത്തോടെ പുറപ്പെടുക. ആമേ ആമേൻ. ആ സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കുമെന്ന് ആമേ വാഴ്ത്തത്ത വചനം പോലെ ദൈവാത്മാവ് ഭവനത്തിനകത്ത് ചില ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ആമേൻ. ആകെയാ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആമേൻ വിഷയങ്ങളെ കവർന്നെടുക്കുന്നത് പോലെ ആമേ ഹല്ലേലൂയ വിഷയങ്ങളെ ചെകയുക, പ്രാർത്ഥനകളെ ചെകഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആമേ കടന്നു വരുന്ന വ്യക്തികളെ വ്യക്തി ജീവിതങ്ങളെ കുതന്ത്രങ്ങളെ ആമേ മനസ്സിലാക്കി മുന്നേറണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആലോചന പറയുക. ശംദാ ജഗന വൈഡമനഘടക പ്രൗഢ ആർത്തനയ ദീപ രകൽക്കവനഘടകസ്യ അതര പ്രൗഢമിനഘടക പ്രൗഢമനഘടകസ്യ. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നത് കൊണ്ട് ആമേ പറയുക. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ തന്നെ ആമേൻ സഹോദരിയോട് തന്നെ പറയുന്നത് ആമേ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമേ ഹല്ലേലൂയ. ആമേ ഹിസ്കിയാവിന് സൗഖ്യം വന്ന സമയത്ത് ആമേൻ ഹല്ലേലൂയ ആമേ ബാബേൽ രാജാവ് ആമേ ഹല്ലേലൂയ മെരദക് ബലദാൻ എന്ന് പറയുന്ന ബാബേൽ രാജാവ് ആമേ സുഖമായെന്ന് കേട്ടപ്പോൾ അവന് സമ്മാനങ്ങൾ കൊടുത്തുവിട്ട് ആമേൻ അവരെ കുറിച്ച് സന്തോഷിച്ചിട്ട് ആമേൻ കുറച്ചുപേർ അവരുടെ അടുക്കലേക്ക് കടന്നു വരിക. യേശുവിന്റെ നാമത്തിൽ ജുഡക രകൽക്കവനഘടക പ്രൗഢ ആമേൻ ആമേൻ സ്തോത്രം. ഇങ്ങനെ കടന്നു വന്നപ്പോ സകലതും ഭണ്ഡാര ഗൃഹത്തിനകത്തുള്ള സകലതും ആമേൻ അവരെ കാണിച്ചു. ഹല്ലേലൂയ. എല്ലാം കാണിച്ചു. ആമേൻ സ്തോത്രം. രാജധാനിയിലുള്ളതും ആധിപത്യ
ദൗത്യത്തിൽ പെട്ടതും എല്ലാം കാണിച്ചു കൊടുത്തു. കാണിക്കാത്ത ഒരു വസ്തുതയും ഇല്ലായിരുന്നു. പിന്നത്തേതിൽ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുക, ആമേൻ ഹിസ്യാമേ യേശയ്യാ പ്രവാചകൻ പറയും, എന്തെങ്കിലും ഇനി കാണിക്കാനുണ്ടോ? ഇല്ല. ആമേ കാണിച്ചതൊക്കെയോ ആമേൻ സ്തോത്ര ആമേ നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെ നിന്റെ പിതാക്കന്മാർ ഇന്ന് വെച്ച് ശേഖരിച്ചതുള്ളൊക്കെയും ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാലം വരാൻ പോകുക. നോക്കണമേ, ആമെ കാണിച്ചു കൂടാത്ത ആമെ ചിലത് ആമെ ശത്രു വശത്തു നിന്ന് വന്നവർക്ക് മുൻപ് സന്തോഷം അല്ലെങ്കിൽ ആമെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ആമെ എല്ലാം എടുത്തു കൊണ്ടുപോയി, കവരപ്പെട്ടു കൊണ്ടുപോയി. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മ പറയുക, ആമെ എത്ര സ്നേഹിതരാകട്ടെ, എങ്ങനെയുള്ളവരാകട്ടെ, ആമെ ഹല്ലേലൂയ, ആമെ സന്തോഷത്തിനുള്ളത് ആമെ വക ദൈവം തന്നതിന് കാട്ടരുത്. ആമേ ഹല്ലേലൂയ, രഹസ്യമായി പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ, ആമേൻ 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 റിബല വൈഡമന ഘടകസ്യ. ഹല്ലേലൂയ, ആമേ ഗോതമ്പ് ആമേ മിദ്യാനിയുടെ കയ്യിൽ പെടാതെ വണ്ണം ഒളിച്ചിരുന്ന് വലിച്ചതുപോലെ ഹല്ലേലൂയ ഒളിച്ചിരുന്ന് കാര്യങ്ങളെ ചെയ്തു കൊള്ളുക. പരിശുദ്ധാത്മാവ് ആലോചന പറയുക, യേശുവിന്റെ നാമത്തിൽ റികനഘടക പ്രൗഢിമിനാദികൽക്കവന അന്തരേ ദീപാരകൽക്കവന ഘടകസ്യ. ഹല്ലേലൂയ, എന്റെ കർത്താവ് ചിലതിനെ കൊയ്യാൻ ബലപ്പെടുത്താൻ പോകുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന വചനം പോലെ ആമേ കണ്ണുനീരിന്റെ മറുപടി ആർത്തു കൊയ്യുവാൻ ഒരു സമയം എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, ഇന്ന് വിലാപത്തിന്റെ കാലഘട്ടമാ. ഇന്ന് വിലപിക്കാൻ നേരമുള്ളൂ എങ്കിൽ എന്റെ കർത്താവ് ഈ വിലാപത്തിന്റെ നാളുകൾ മറന്ന് ആർത്തു കൊയ്യുവാനൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ ദൈവം വച്ചിട്ടുണ്ടാകിയ ഭാരപ്പെടരുത്. ആമേ, ഉറച്ചു നിൽക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അത്രേ. ഹല്ലേലൂയ, ആമേൻ സ്തോത്ര. സമയ വേഗത്തിൽ കടന്നു പോകുകയാണല്ലോ. ആമേ, പിന്നെ നമുക്ക് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഇവിടെ വായിക്കുകയാണ്. ആമേ സംസാരിപ്പാൻ തയ്യാറായി. ഹല്ലേലൂയ, ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ്. ആമേൻ, അവൻ സംസാരിപ്പാൻ തയ്യാറായി. ആമേൻ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആമേൻ കർത്താവിനോട് പറയൂ, കർത്താവേ ആമേൻ സ്തോത്രം. ആമേൻ സൊദോം ഗൊമോറ ആമേൻ നീ എന്തായാലും നശിപ്പിക്കാൻ പോകുക. പക്ഷെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ഇല്ല. ആമേൻ 45 ഉണ്ടെങ്കിലോ 40 ഉണ്ടെങ്കിലോ 30 ഉണ്ടെങ്കിലോ 20 ഉണ്ടെങ്കിലോ 10 ഉണ്ടെങ്കിലോ ദൈവമക്കളെ ഈ പറഞ്ഞ 10 പോലും അതിനകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ എന്റെ കർത്താവ് ക്ഷമയോടെ അത് കേൾപ്പാൻ തയ്യാറായി. ഹല്ലേലൂയ, ആമേൻ മുട്ടുമടക്കിയ അബ്രഹാമിന്റെ ആമേൻ സ്തോത്രം മധ്യസ്ഥത എന്റെ ദൈവം കേൾപ്പാൻ തയ്യാറായി. കേട്ടിട്ട് ഹല്ലേലൂയ, എന്റെ കർത്താവ് പട്ടണത്തെ നശിപ്പിച്ചുവെങ്കിലോ എന്റെ കർത്താവ് ലോത്തിനെ ഓർത്തു കേട്ടോ. എന്തുകൊണ്ട് അബ്രഹാം സംസാരിച്ചതെന്ന് എന്റെ ദൈവത്തിനറിയാ. തനിക്ക് പ്രിയപ്പെട്ടവൻ ആമേൻ ആ പട്ടണത്തിനകത്തുണ്ട്. അവനെ വലിച്ചു പുറത്തിറക്കിയിട്ടല്ലാതെ എന്റെ കർത്താവ് ആ സൊദോം ഗൊമോറയെ തൊടുവാൻ അനുവാദം കൊടുത്തില്ല. ആമേൻ ആമേൻ. പിന്നെ നിന്ന അവരെ വലിച്ചിറക്കി പുറത്താക്കി അവരെ ഓടിച്ചടുത്ത പട്ടണത്തിലേക്ക് വിട്ടിട്ടല്ലാതെ ആമേൻ ന്യായവിധിക്ക എന്റെ യഹോവയുടെ കരം അവിടെ നീട്ടിയിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കാലം ആരോട് പരിശുദ്ധാത്മാവ് പറയാ, നീ നിൽക്കുന്നത് കൊണ്ട് എന്റെ കർത്താവ് ദേശത്തെ കാക്കുന്നത്, ആ പട്ടണത്തെ കാക്കുന്നത് അത് പലർക്കും മനസ്സിലായില്ലെന്ന് പറ. അത് പലർക്കും ഇത് വിലയില്ലെന്ന് പറ. പക്ഷേ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രസൻസ് ആണ് ദൈവമക്കള് പല കുടുംബങ്ങളെയോ പല വ്യക്തികളെയോ പല ദേശത്തെയോ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് രാത്രി കാല കർത്താവ് ആലോചന പറയാ. ഹല്ലേലൂയ, ഘടക പ്രൗഢി അന്തരേ ജനാദികൾക്ക് ഘടക പ്രൗഢി അന്തര ഘടക അബ്രഹാമിന്റെ പ്രസൻസ് ആണ് സത്യം പറഞ്ഞ എന്റെ കർത്താവ്. ഹല്ലേലൂയ, അവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, അവന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാകട്ടോ ആ ലോത്തിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി മാറിയത്. ഇന്ന് രാത്രി കാല ഹല്ലേലൂയ, ആരും വില തന്നില്ലെങ്കിൽ നോക്കണ്ട കേട്ടോ. എന്റെ കർത്താവ് നിങ്ങളെ അറിയുന്നുണ്ട്. എന്റെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇടിവ് നിൽക്കുന്നതൊന്നും ആരും അറിയുന്നില്ല. കർത്താവ് എനിക്കൊരു വിലയും നിലയും ഒന്നും തരുന്നില്ലെന്ന് ചിന്തിക്കണ്ട. ആമേൻ, നിങ്ങളുടെ ഒറ്റ പ്രാർത്ഥനയെ കേട്ടോ
സമയത്ത് മരണദൂതൻ പോലും പല ഭവനങ്ങളുടെ അകത്തളങ്ങൾ കിടക്കാതെ വന്നു എന്റെ ദൈവം പരിപാലിച്ചു നിർത്തുന്നതെന്ന് ഇന്ന് രാത്രി കാലം ഉറപ്പോടെ പിന്നെയും പ്രാർത്ഥിക്കൂ. ഇതിനൊരു പ്രതിഫലമുണ്ട്. എന്റെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്. ഇതിനൊരു പ്രതിഫലമുണ്ട്. ജുഡബല ഘടക ബരവശന്തരെ വൈഡിരുകാജകസ്യ അതര പ്രൗഢിമിന ഘടക ജനാധികര ഘടക പ്രൗഢിമിന ഘടകസ്യ. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തെ പ്രൗഢിമിനഘടകസ്യ. ആമേൻ, ഹല്ലേലൂയ. ബിജു എന്ന് പറയുന്ന ഡിവൈസിലിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ ദാസനോടുള്ള ദൈവാത്മാവിന്റെ ആലോചന ഉടബലഘടകസ്യ. പലർക്കും അങ്ങോട്ട് വിലയില്ലാത്തതുപോലെ, പക്ഷേ കർത്താവ് പറയാ പലർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാ ഇന്ന് മരണം പോലും അനേകരുടെ അടുക്കൽ കടന്നു വരാതെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. വൈഡമൻ ഇതിനൊരു പ്രതിഫലം ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചറിയുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരാളുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയെ നിർത്തിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു നാൾ വരാനുണ്ട് കേട്ടോ. ചെയ്ത പ്രവൃത്തികൾക്ക് ചെയ്ത പ്രവൃത്തികൾക്കും പ്രാർത്ഥനകൾക്ക് അനേകർക്ക് മുമ്പിൽ നിന്ന് ഇടിവിൽ നിന്നതും ഒന്ന് പലരും ഓർക്കാതെ മറന്നു കളഞ്ഞതുപോലെ മാറ്റി നിർത്തപ്പെട്ടതുപോലെ ഹല്ലേലൂയ വിലയും നിലയും തരാത്തതുപോലുള്ള അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ആലോചന പറയാ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്ന്. സ്തോത്ര. ദൈവത്തിന്റെ വലിയൊരു പദ്ധതി തലമേൽ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ എന്റെ കർത്താവ് ഹല്ലേലൂയ അഹരോനെ മാനിച്ചതുപോലെ മാനിക്കുന്ന ഒരു നാളുണ്ട് കേട്ടോ. ശബനഘടക പ്രൗഢിമിനഘടകസ്യ ആർത്തരേ ദീപാരകവനഘടക പ്രൗഢിമിനഘടകസ്യ അന്തരേ ചീടാരകശവനഘടക പ്രൗഢിമിനഘടകസ്യ ആർത്തനേ ദീപാരകവനഘടകസ്യ. പലപ്പോഴും മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു പോകുന്നുണ്ട്. നെറുവീർപ്പിട്ട് പോകുന്നുണ്ട്. അയ്യോ കർത്താവെ, നീ ഇതൊന്നും കാണുന്നില്ല. എന്റെ കർത്താവെ ഹല്ലേലൂയ. എന്റെ കർത്താവ് പറയാ കാണുന്നുണ്ട്. ജുഡാരകശവനഘടക പ്രൗഢിമിന ആർത്തരേ ദീപാരകവനഘടകസ്യ. ഒന്ന് ഇടുവൻ നിന്ന് പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് പറയത്തക്കരുത്. എന്റെ കർത്താവിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പിന്നെ പരിശുദ്ധാത്മാവ് ആലോചന പറയാം. അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിന്നെങ്കിൽ അതര പ്രൗഢവനഘടകസ്യ അന്തൽക്കവന എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ജാഗരിച്ചാൽ മറുപടി ഉണ്ടെന്ന് പറയത്തക്കരുത്. ദൈവത്തിന്റെ നീതിയുള്ള ന്യായം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലം ആലോചന പറയും. യേശുവിന്റെ നാമത്തിൽ അതര പ്രൗഢീതികാരകസ്യ അർത്ഥരെ ജീവാരകവനഘടകസ്യ അതര പ്രൗഢിമിനാദികവനഘടക പ്രൗഢിമിനഘടകസ്യ അതര ഘടകസ്യ അന്തര വൈഡിമിനഘടകസ്യ. 2026 ചില രോഗത്തിന്റെ ശോധനകള് ഭവനത്തിന്റെ അകത്തലങ്ങൾ കൊണ്ടുവരുക പിശാച് പദ്ധതി ഇടുന്നുണ്ട്. ആകെ ഈ ആദ്യ നാളുകളിൽ തന്നെ പ്രാർത്ഥന ജയമെടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ അന്ധകാര വൈഡിമിനഘടകസ്യ അതര പ്രൗഢിമീനാരകശബനേകാരകവനഘടകസ്യ. സൗഖ്യമുണ്ടെങ്കിൽ അല്ലേ നടക്കത്തുള്ളൂ, എന്നക്കത്തുള്ളൂ, ചെയ്യത്തുള്ളൂ. വൈഡി മനാദികവന അത്തെ പ്രൗഢിമീനാരകസ്യ അതര പ്രൗഢവനഘടക ശബ്ദരെ ദീപനഘട. ദൈവമേൽപ്പിച്ച കാര്യാദികൾക്ക് വിരോധമായി, ദൈവമേൽപ്പിച്ച താലന്തുകൾക്ക് വിരോധമായി പടയൊരുക്കുന്ന പൈശാചിക തലങ്ങൾ ഹല്ലേലൂയ ആരോഗ്യത്തിന് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചു ജയമെടുത്തു. ദൈവാത്മാവിനെ ഹല്ലേലൂയ ഏലിയാവിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എഴുന്നേൽക്ക്, നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ ചുടവനഘടക ശബ്ദരെ വൈഡീരകാരകസ്യ അതര പ്രൗഢവനഘടകസ്യ അന്തകവന. ഹല്ലേലൂയ ഭയപ്പെട്ട് ജീവരക്ഷയ്ക്ക് ബെർശേബയിൽ ചെന്ന് താമസിച്ച് ചുരച്ചടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ഇച്ഛിച്ച ഹല്ലേലൂയ ഇപ്പോൾ മതി യഹോവേ, എന്റെ
പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് ചുരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുന്നവനെ ഒരു ദൂതൻ വന്ന് തട്ടി ഉണർത്തി പറയുക, എഴുന്നേറ്റ് തിന്നുക. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ആ ശക്തി കൊണ്ട് ഹോരേബ് പർവ്വതത്തോട് 40 രാവും 40 പകലും നടക്കുവാനുള്ള ഒരു ശക്തി അവന്റെ മേൽ അയക്കപ്പെട്ടുവെങ്കിൽ കർത്താവ് പറയുന്ന നിലയിൽ ഓടുക. എന്റെ കർത്താവിന്റെ ഒരു ബലം കുടുംബത്തിന്റെ അകത്തളങ്ങൾ വ്യാപരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. യേശുവിന്റെ നാമത്തിൽ തീർന്നതല്ല കേട്ടോ. ഇത് മരണമോ തീർന്നതോ ഒന്നും അല്ല. ദൂരയാത്രയ്ക്കായി ദൈവം ബലപ്പെടുത്തിയ കാലുകളെ ബലപ്പെടുത്താൻ പോകുക. അന്തർക്കവന ഘടക ശവന ഘടക പ്രൗഢ റീബക്കവന അധികാര ഘടകസ്യ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. രോഗത്തിന്റെ കെട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് അതിനെ അഴിക്കുക യേശുവിന്റെ നാമത്തിൽ. എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രി കാലം അനുകൂലമായി ചലിച്ചാട്ടെ. ജുഡാരഹസ്യ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ അറയ്ക്കാമനാദികൾക്കവന അതര പ്രൗഢിമിനാദികൾ സമന അതരേ ജഗാരകശമന ഘടകസ്യ അന്തൽ പ്രൗഢിമിന റീബല ഘടക പ്രൗഢമന ഘടകസ്യ അന്തൽക്കവന ഘടകസ്യ നസ്രായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്മേൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുക. കർത്താവേ, രോഗത്തിന്മേലും രോഗശക്തികളിന്മേലും ജയം നാമേ വ്യാപരിക്കുന്ന ഇന്ന് രാത്രികാലം ദൈവശക്തി ഇന്ന് രാത്രികാലം ശരീര മണ്ഡലങ്ങളിന്മേൽ വ്യാപരിക്കപ്പെടട്ടെ. കർത്താവേ, എല്ലാ രോഗക്കെട്ടുകളും പോരുകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ പ്രാർത്ഥിച്ചു ജയമെടുക്കാം. ഓ ശബാരഖബന അതിരീബാരബൽശംദരെ അതര പ്രൗഢിമിനാദികൾ ഖബന ഘടക പ്രൗഢ ആർത്തനെ ജൂഡ മനാദികൾ ഖബന ഘടകസ്യ അതര പ്രൗഢമന ഘടക ശബന ഘടകസ്യ ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. ഓ റിഖമന ഘടകസ്യ അന്തര പ്രൗഢമന ഘടകസ്യ ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണ്, മറ്റൊരു പ്രവൃത്തിയാണ്. നമുക്ക് പ്രാർത്ഥന ഹല്ലേലൂയ കടന്നു വരാ. ആമേൻ. വിശ്വാസത്തിന്റെ ഒരു വചനം കൂടെ വായിച്ച് ആമേൻ ശുശ്രൂഷ അടിയാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്നവരും വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ പ്രാർത്ഥിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. വചനപ്രകാരം പറയുക. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ആമേൻ. കർത്താവ് ഉണ്ടെന്നും കർത്താവിനെ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന ഒരാൾ മാത്രമേ തങ്ങളുടേതായ സമയങ്ങളെ ദൈവസന്നിധി ചെലവഴിക്കാൻ തയ്യാറാവത്തുള്ളൂ. ആമേൻ. സ്തോത്രം. നോക്കണ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാദഭാഗമാണ്. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. നോക്കണോ. ഇങ്ങനെ ആമേൻ. സ്തോത്ര പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര തടവിൽ സൂക്ഷിച്ചിരുന്നത് ആമേൻ. സ്തോത്രം മരണത്തിന് വേണ്ടിയാ, കൊല്ലാൻ വേണ്ടിയാ സൂക്ഷിച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഒരു മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ആമേൻ. സ്തോത്രം. യാക്കോബിനെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതുപോലെ പത്രോസിനെ കൊല്ലും. അതിനുവേണ്ടി കല്ലിൽ അല്പസമയത്തേക്ക് മനുഷ്യനെ ഹോൾഡ് ചെയ്ത് കല്ലിൽ കാരാഗൃഹത്തിനകത്ത് ആക്കി വെച്ചിരിക്കുക. 4 സേവകരുള്ള 4 കൂട്ടത്തിനെ കാവലേർപ്പെടുത്തി അകത്തളങ്ങളിൽ അവനെ ആക്കി വെച്ചിരിക്കുമ്പോൾ സ്തോത്രം ഒരു വശത്ത് വിശ്വാസമുള്ള ദൈവജന പ്രാർത്ഥനയ്ക്കായി ഒരു മനസ്സോടെ മുട്ടുമടക്കി. ഹല്ലേലൂയ. മാനസികമായി ചിന്തിച്ചാൽ ഇവൻ മരണപ്പെടേണ്ടവനല്ലേ എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ഇരിക്കും. കാരണം ചിന്തിച്ചാൽ ഹെരോദാവിന്റെ അടുക്കലേക്ക് പോകുവാനോ പത്രോസിനെ പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുള്ള അധികാരസ്ഥർ അവർക്ക് അനുകൂലമായിട്ടില്ല. സാഹചര്യങ്ങൾ അനുകൂലമല്ല. കഴിവോ മിടുക്കോ ആൾബലമോ ഒന്നുമില്ല. എന്നാൽ അവർ ചിന്തിച്ചത് അതല്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമാ ഹെരോദാവിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമാ ഒരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ചിന്തിച്ച് അവർ വിശ്വാസത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് പ്രവൃത്തി പദത്തിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കുക. ഒരുമിച്ച് കൂടുവാൻ തയ്യാറാ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ
ആമേ സ്വതന്ത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ആമേ പ്രാർത്ഥിപ്പാൻ തയ്യാറാകും. ആമേൻ സ്തോത്രം. 12 വർഷം കൊണ്ട് രക്തസ്രാവം പിടിച്ചു കിടന്ന സ്ത്രീ ആമേൻ ഹല്ലേലൂയ ഒരു കേൾവി കേട്ടു. ആമേൻ യേശുവിനെ കുറിച്ചുള്ള കേൾവി. ആ കേട്ട കേൾവിയും വെച്ചുകൊണ്ട് അവൾ എവിടെ ഇരുന്നു അവിടെ ഇരുന്നാൽ വിടുതലില്ല കേട്ടോ. അവൾ ഒരു ആക്ഷൻ ചെയ്യാൻ തയ്യാറായി, അവളൊരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറായി. അവൾ കേട്ടതെങ്കിൽ അവൾ ഇപ്രകാരം പറയാൻ തയ്യാറായി, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ആമേ എന്നെ അടയ്ക്കപ്പെട്ടെടുത്തുനിന്ന് ഇറങ്ങി ആമേ ഹല്ലേലൂയ എനിക്ക് അതിർ വരം വിട്ട് നിർത്തിയിരിക്കുന്ന ഇവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്യാൻ പോകുക. ഞാൻ ഇറങ്ങി യേശുവിന്റെ അടുക്കൽ പോയി ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന് അവൾ പറഞ്ഞു. ഇന്ന് രാത്രികാലം ദൈവമക്കള് വിശ്വാസമുണ്ടെങ്കിൽ അത് നാവിന്മേൽ വെളിപ്പെട്ട് വരൂ. നിന്റെ വാക്കിന്മേൽ അത് കാണുക. ആമേ പറയൂ, ഞാൻ ഇറങ്ങിയാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ ഉപവസിച്ചാൽ എന്റെ വിഷയത്തിന് പരിഹാരമുണ്ടെന്ന് ആമേ നാവിന്മേൽ വരൂ. അത് പ്രവൃത്തി പദത്തെ കൊണ്ടുവരാൻ തയ്യാറാകും. അർത്ഥരാ ദീപാരകാരകശ്യ അതരെ ജഗാരകൽഖബനഗടക ബൗഡബരവശംദരെ ഭേബാ സമനെ ഹല്ലേലൂയ ഭേബാ സമനെ ശബനാധികാരകാരകസ്യ ആമേ ഭേബാ സമനേഷ് എന്ന് പറയുന്നു. അടിവേസിലിരിക്കുന്ന പ്രിയ സഹോദരിയോട് ദൈവാത്മാവ് ആലോചന പറയുക. ശംദാജഗന വൈഡമിനാധികാരകസ്യ അതരെ പ്രൗഢമനഘടക ശബനഘടകസ്യ അല്ലെങ്കിൽ കേട്ട കേൾവികൾ വായ്ത്തത്വങ്ങൾ ഒത്തിരിയ കേട്ടോ. റിബാരകൽഖബനഘടകസ്യ അന്തൽഖബന അമ്പരവ ശമനാധികന എണ്ണിക്കൂടാൻ കഴിയാത്തതുണ്ട്. ആമേ സ്വത്ത് അതൊന്ന് പ്രവർത്തി പദത്തിൽ എത്തണം കേട്ടോ. അത് ആമേ കേട്ടത് അത് ആമേ സ്വത്ത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയാ വിശ്വാസത്തോട് ആമേ അകത്ത് കയറി കഥകടച്ച് അറയിൽ കയറി പ്രാർത്ഥിച്ചു തുടങ്ങുക. ആമേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. അതിനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ രക്തസ്രാവം പിടിച്ച സ്ത്രീ ആമേൻ ആ ശരീരത്തിൽ ചെന്ന് തൊട്ടു. അവൾ പറഞ്ഞുകൊണ്ട് ആമേൻ പ്രിയ സഹോദരിയുടെ ദൈവാത്മാവേ ആമേ അവൾ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് ചെന്ന് ആമേൻ അവൾ സമൂഹത്തിന്റെ മുൻപിലോട്ട് ഇറങ്ങാൻ തയ്യാറായി. ഇറങ്ങിയിട്ട് അവളെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ആമേൻ ആ പ്രവൃത്തി ചെയ്തു. ആമേൻ ഓൺ ദ സ്പോട്ടിൽ അവളുടെ ശരീരത്തിന്മേൽ ആമേൻ ഒരു ശക്തി, യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രികാലം വിശ്വാസത്തിന്റെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അല്പസമയത്തേക്ക് മാറിയിരിക്കുമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ 12 വർഷം കൊണ്ട് രക്തസ്രാവം പിടിച്ച സ്ത്രീയിന്മേൽ വ്യാപരിച്ച വിടുതൽ ആമേൻ അതും കൊണ്ട് ആമേ ഹല്ലേലൂയ രഹസ്യമായി പോവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ആമേൻ അവളെ അടച്ചു വച്ച, അവളെ ഒതുക്കി വച്ച സമൂഹത്തിന്റെ മുൻപിൽ ആമേൻ അവളെ പ്രസന്റ് ചെയ്ത ഒരു ദൈവമുണ്ട്. ശബനഗരക പ്രൗഢിമിന അവളെ പ്രസന്റ് ചെയ്യുക. ആരാ എന്നെ തൊട്ടത്? ആമേൻ അന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ടുണ്ട് ആമേ എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് ആമേ ആരും കാണാതെ വിടുതലുമായി രഹസ്യമായി പോകുവാൻ തുടങ്ങി അവളെ വിളിച്ചു കൊണ്ടുവന്ന് ആമേൻ അവൾ അടച്ച സമൂഹത്തിന്റെ മധ്യാകെ എന്റെ ദൈവം അവളെ പ്രസന്റ് ചെയ്തതുപോലെ ആമേ ഹല്ലേലൂയ പ്രസന്റ് ചെയ്യിക്കുമാ എന്റെ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ജഡാരകസ്യ അന്തൽ കവനഘടക പ്രൗഢമനഘടകസ്യ വിധി എഴുത്തുകൾ ആമേ വിധി എഴുതി ആമേ ഹല്ലേലൂയ ആ പരിധി വിട്ട് നീ ആമേ വെളി വരത്തില്ലെന്ന് പറഞ്ഞ് ആമേ മാറ്റി വച്ചിരിക്കുന്നവരുടെ മധ്യാകെ എന്റെ കർത്താവ് ചില വിടുതലോടെ ആമേ പ്രസന്റ് ചെയ്ത് ആമേ ഇവൾ ദൈവത്താൽ വിടുതൽ പ്രാപിച്ചെടുത്തവളെന്ന് അനേകരുടെ മധ്യാകെ സാക്ഷ്യമാക്കി നിർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവാത്മാവൻ വ്യക്തമായി ആമേൻ പദ്ധതികൾ ആമേ വിടുതലുകൾ അയക്കുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ശബനഘടക പ്രൗഢിമിനഘടകസ്യ അർത്ഥനഘടക ജനാധികരഘടക പ്രൗഢിമിനഘടകസ്യ അതര ജനകസ്യ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ആമേ ദൈവസന്നിധി കാത്തിരിക്കുക. ആമേ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ ഉടബലഘടക പ്രൗഢിമിനഘടകസ്യ കർത്താവ് പറയുക ആമേൻ അനേകരുടെ മധ്യാകെ സാക്ഷ്യമായി നിൽക്കുവാൻ തക്കവണ്ണം ആമേ ദൈവാത്മാവിന്റെ ഒരു നിയോഗം നിന്റെ തലമേൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയും. യേശുവിന്റെ നാമത്തിൽ അതങ്ങോട്ട് ഇതുവരെയും വെളിപ്പെട്ടു വന്നിട്ടില്ല. ഹല്ലേലൂയ ജുഡാരക ശബനഘടക പ്രൗഢിമിനഘടകസ്യ ആമേ
സാക്ഷ്യങ്ങളുമായി ദൈവത്തിന്റെ വചനവുമായി ഘടക പ്രൗഢിമന ഘടകസ്യ അന്തൽഖമന ഘടക പ്രൗഢ ദൈവ വചനവുമായി ഹല്ലേലൂയ നിൽപ്പാൻ തക്കവണ്ണം സാക്ഷ്യങ്ങളോടെ നിൽപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് തന്നെ തിരഞ്ഞെടുത്തൊരു തിരഞ്ഞെടുപ്പ് ഞങ്ങളുടെ തലമേലുണ്ട്. ആകയാൽ ഇന്ന് ആളുകളെ പ്രാർത്ഥിച്ച് മുന്നേറ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ അതിന് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ അനുവദിക്കില്ലെന്ന് പ്രാവശ്യങ്ങൾ പൂർണ്ണമായി മറുപടി തരാതെ ഭാഗികമായി എന്ന നിലയിൽ പൂർണ്ണമായൊരു മറുപടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒരു പൂർണ്ണതയില്ല. പൂർണ്ണമായൊരു മറുപടി എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ ഈ നാളിലെ കർത്താവ് പറയാ പരിശുദ്ധാത്മ എന്നാ ചോദിക്കുന്ന നിലയ്ക്കുന്നതിനും അത്യന്തം പരമായി നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. നിന്റെ മേലൊരു ശക്തിയുണ്ട്. അതിനെ ചോദിക്കുന്ന നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ കഴിയോ. ആകയാൽ അകത്ത് കയറി ആത്മാവിന്റെ ശക്തിയെ ബലപ്പെടുത്തിക്കോ. ആത്മാവിന്റെ ശക്തി ബലപ്പെട്ട് വരുമ്പോ ചങ്ങലകൾ അഴിയുന്നത് പോലെ, ബന്ധനങ്ങൾ കെടുന്നത് പോലെ കെട്ട് പുറത്ത് പ്രസന്റ് ചെയ്ത് സ്തോത്രം ദൈവിക സാക്ഷ്യങ്ങളുമായി അനേകരുടെ മധ്യാകം നിൽപ്പാൻ തക്കവേണം ദൈവാത്മാവ് നിന്നെ പണിതെടുക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ശംദര ഘടക പ്രൗഢമന ഘടകസ്യ ജീവിതത്തിന്റെ പകുതി നാളുകൾ ആയുസ്സിനെ പോലും അസ്തമിച്ചു കളയുവാൻ ഇങ്ങനെ ഒരു വ്യക്തിയിലൂടെ ഹല്ലേലൂയ ദൈവ നാമം ഘോഷിക്കപ്പെടരുതെന്ന നിലയിൽ കൂടെ ആയുസ്സിനെ പോലും എടുത്തു കളയുവാൻ തക്കവേണം പിശാചൊരുക്കിയ പദ്ധതികള് കുതന്ത്രങ്ങളെ ദൈവാത്മ ഉടച്ച് ഈ നിമിഷം വരെ നിന്നെ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളും പദ്ധതികളും ചെയ്തെടുക്കുന്നത് വരെ നിന്റെ ആയുസ്സിന് കോട്ടം വരുക എന്റെ ദൈവം അനുവാദം കൊടുക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ദൈവസനെ പ്രാർത്ഥിച്ച ഉണര്, ആത്മാവിൽ ബലപ്പെട്. എന്റെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് എന്ന് ദൈവാത്മാവ് ആലോചന പറയുക. യേശുവിന്റെ നാമത്തെ കർത്താവ് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടച്ചു ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കാരുണ്യവാനേ ഹല്ലേലൂയ. ഓ റിഖമനവരവ ശംദരേ വൈഡിമനാദികൾ ഖബന ഘടക പ്രൗഢ അർത്ഥന ഘടക ജനാദികര ഘടകസ്യ അന്തൽഖമന. കഥാവേ ഇന്ന് രാത്രികാലം വചനം പറയുന്നത് പോലെ കഥാവേ 12 വർഷം രക്തസ്തംഭിച്ചവൾ അവൾ കേട്ട കേൾവിയിൽ വെറുതെ ഇരുന്നില്ല. അവൾ ചില പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറായി. അവൾ സംസാരിച്ചു തുടങ്ങി. വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചു. അവൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടെടുത്തു വയ്ക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അബ്രഹാം സ്തോത്ര കേട്ട കേൾവി കേട്ടിട്ട് വെറുതെ ഇരുന്നില്ല. അവൻ ദൈവത്തോട് സംസാരിക്കാൻ തയ്യാറായി. ഇന്ന് രാത്രിക്കാലം വിശ്വാസമുണ്ടപ്പ അതിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണം. ഇന്ന് രാത്രിക്കാലം കേട്ട വചനങ്ങൾ ദൈവിക ആലോചനകൾ അത് ഹൃദയത്തിനകത്തുനിന്ന് മാറ്റപ്പെടുവാൻ ദൈവം അനുവദിക്കരുത്. അത് 2026 അത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തപ്പെടുവാനാ ഞങ്ങൾ യേശുവിന്റെ നാമത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പാ. പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിച്ചാട്ടെ. കർത്താവേ സ്തോത്ര ദൈവകരങ്ങൾ താഴ്ത്തിയേൽപ്പി. പ്രിയ ബീന ജയാൻ സിസ്റ്ററിനെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദൈവക്രമയും ദൈവസ്ഥാനത്ത് പിന്നെയും ഞങ്ങളുടെ സഹോദരന്റെ മേലെ അങ്ങ് പകരണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ 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 ആമേൻ. സ്തോത്രം. പ്രത്യേക ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ബീന സഹോദരിയോടും മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.